ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സൗദാസ് ധോനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് തലച്ചോറ് പറയില്ല, പോത്തിൻ്റെ ബ്രെയിന്, അതും ചപ്പാത്തിയാണ് ഇന്നുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കണം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ബ്രെയിന് നന്നാക്കുമ്പോൾ, അതായത് തലച്ചോറ് നന്നാക്കുമ്പോൾ ഇതിമ്പോൾ നിറയെ നാരയിക്കാരം. ആ നാരൊക്കെ നമ്മൾ ഒഴിവാക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മൾ വേവിച്ച സമയത്ത് നമുക്കിത് തിന്നുമ്പോൾ ഇതിങ്ങനെ നമുക്ക് കടിക്കും. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അതൊക്കെ ഒഴിവാക്കി കഴുകി വൃത്തിയാക്കി വെക്കുക കേട്ടോ. അതിന് ശേഷം കൈയോടെ നോണ്ടി വെക്കുക. അതിന് ശേഷം ഇതൊരു ഫ്രൈ പാൻ വെച്ച് 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് കുരുമുളകും പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി ചെറിയ 1/2 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക കേട്ടോ. ഒരു ചട്ടടുപ്പിൽ വെച്ചിട്ട് കൊച്ചുള്ളി പറഞ്ഞത് 5 6 മതി, അത് അരിഞ്ഞെടുക്കുക. അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില. അതിന് ശേഷം നമ്മളെ തലച്ചോറ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അതവിടെ മാറ്റി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സവാള 1.5 ചെറിയ സവാള ഇട്ടാൽ, അപ്പോൾ ഇതിന് ബ്രൗൺ കളറായി വരുമ്പം സവാള നമ്മൾ ഇട്ട് കൊടുക്കുക. സവാള അരിഞ്ഞിക്കണ ആൾ നിന്നുമാണ്, അപ്പോൾ കുറച്ച് വലിയ പീസാണ്, അപ്പോൾ കുറച്ച് വേവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് എനിക്ക്. കാരണം അവൾക്ക് അരിയാൻ അറിയൂല, എന്നാലും ഞാൻ അരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അരിയാൻ പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ പച്ചമല്ലി ഉണ്ടെങ്കിൽ പച്ചമല്ലി വറുത്താൽ മതി കേട്ടോ. അതിൻ്റെ അടുത്ത് പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി വറുത്തിക്കണത്. അപ്പോൾ അതാ വീണ്ടും നമുക്ക് തലച്ചോറ് ഇങ്ങനെ വൃത്തിയാക്കാൻ ഉണ്ടാവും ഒയ്മൽ. അപ്പോൾ ഞാൻ വീണ്ടും ഒയ്മെന്നിട്ട് ഇങ്ങനെ വൃത്തിയാക്കുകയാണ്. അങ്ങനെ വീണ്ടും വെള്ളത്തിലിടും. ഇനി വൃത്തിയാക്കിയല്ലോ പിന്നെയും കഴിഞ്ഞാൽ നമുക്ക് കൈയോണ്ട് നല്ലോണം നിരട്ടി കൊടുക്കട്ടെ. കഷ്ണങ്ങളാക്കി എടുക്കണ പോലെ കത്തിയോണ്ട് മുറിച്ചാലും മതി, അല്ല കൈയോണ്ടൊന്ന് നിരട്ടി കൊടുത്താൽ മതി, വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട്. അതിന് ശേഷം സവാളൊക്കെ വഴന്നു വന്നതിലേക്ക് നമ്മൾ തലച്ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ കൂട്ടി വെക്കണം കേട്ടോ, തീ കുറയ്ക്കരുത് കേട്ടോ. നല്ല തീ കൂട്ടിയിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ മസാല എല്ലാതും വറുത്തച്ചില്ല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് മുളകും പൊടി കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് എരിവ് കുറവാന്ന് തോന്നുമ്പോൾ കുറച്ചും കൂടെ ഞാൻ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്യാം. ഇത് കഴിച്ച് നോക്കണം, അത്രയും ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ മക്കളൊന്നും ഇത് കഴിക്കാത്ത മക്കൾ വരെ ഇത് കഴിച്ചൊന്നു കേട്ടോ. അപ്പോൾ മല്ലിയില ഇല്ല, മല്ലിയില തീർന്നിട്ടുണ്ട്. അത് ഈ ഇല എടുത്തിട്ട് അതിന് കുറച്ച് തണ്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആ തണ്ടാണ് ഇട്ട് കൊടുക്കണത്. മല്ലിയില അവിടെ ഓരോന്നുണ്ട് കേട്ടോ, നല്ലതാണ് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ. പച്ചമുളക് വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കട്ടോ, ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, ശനിയാഴ്ച അല്ല, അപ്പം ഇന്ന് ഉണ്ടാക്കുന്നതാണിത് കേട്ടോ. മറ്റേത് സ്കൂളിലാകുമ്പോൾ ചോറോ അവർ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരിയും കറിയും ഒക്കെ ഉണ്ടാക്കണ്ടേ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റോ. അപ്പോൾ സ്കൂളില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഇതാ നമ്മളെ ബ്രെയിനൊക്കെ റെഡിയായി വന്നിങ്ങനെ. നമ്മൾ കക്കേരിക്ക ഉണ്ടെങ്കിൽ അതും കൂടെ തിന്നാൻ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ബ്രെയിനും നല്ല ചപ്പാത്തിയും കൂടിയാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ.